അപ്പൊ ഗൈസ് പുതിയൊരു വീഡിയോ. അപ്പൊ നമ്മളൊരു അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിട്ട് ഞാൻ പറയാം. ഒന്നില്ല ഗൈസ്, റൂമിലേക്ക് വരാൻ പോകും. ഇത് പണ്ടും കുറെ കേട്ടതാ. പക്ഷെ ഇവൻ പറഞ്ഞതല്ല, ഞങ്ങൾ ഡേറ്റ് പറഞ്ഞില്ല, എപ്പോ വരും പറഞ്ഞില്ല. വരുമ്പോ വരും കേട്ടാ. ഇത് കുറെ കേട്ടതും. എടാ ഞങ്ങക്ക് സൗകര്യം ഇല്ലടാ തരാന്, വേണേ കളിച്ചാൽ മതി. ഇത്ര ഈവന്റ് സാധനം തന്ന പോരായിട്ട് എനിക്ക് റൂമിലേക്ക് ഉണ്ടായി വരും ഗൈസ്. തിങ്കളാഴ്ച, എല്ലാ മാസവും എല്ലാ ആഴ്ചയും തിങ്കളാഴ്ച ഉണ്ടല്ലോ, അങ്ങനെ ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച വരും. അപ്പം അടുത്ത വേറെ പിന്നെ റൊണാൾഡിനോ, ഗൗച്ചെ, മൈക്കിൾ ഓവൻ, പിന്നെ റൂമിലേക്ക് ഉള്ളൊരു വേക്കാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഭാഗ്യമുണ്ടെങ്കിൽ ഈ തിങ്കളാഴ്ച അങ്ങ് വരും, ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പം അടുത്ത ഹൈലൈറ്റ് എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, ഞാൻ പറഞ്ഞ നമ്മളെ കോമന് ഗബ്രിൽ ജീസസ് ഒക്കെ ഉള്ള ഒരു ഹൈലൈറ്റ് കാർഡ് അതിൻ്റെ ഒപ്പം ഉണ്ടാവും. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇവരെല്ലാം വെറുതെ ഓവറാക്കുന്നതാണ്. ഞാനില്ലേ മക്കൾ എന്നോട് ചോദിക്കും, നിങ്ങൾ പ്രശ്നം പറ, ഞാൻ സോൾവ് ചെയ്തരാ. നിങ്ങൾ റൂമിനിങ്ങല്ലേ വരണ്ടേ. ഇനി ഞാൻ വേറെ കാര്യം പറട്ടെ, ഈ റൂമിനിങ്ങനെ വരുന്നതെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കാത്തിക്കുന്നു. എൻ്റെ അടുത്ത് കോയിൻ ഉണ്ടാ മക്കളെ? ഇല്ല. 1500 2000 കോയിൻ വെച്ചിട്ട് എൻ്റെ റൂമിനിങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ച് കാത്തിക്കണ്ടേ? ഒരു കുന്തും തരില്ല. റൂമിനിക്കിനെ മണപ്പിക്കാൻ പോയി ഞാൻ തരൂല. തമാശ അറിയുന്നല്ലേ, തരൂല. ഇപ്പോഴുള്ള അവസ്ഥ അറിയാനാ. മിനിമം ഒരു 5000 6000 കോയിൻ പൊട്ടിക്കാണ്ട് ഞാൻ ഒരു എപ്പിക്കും കൊടുക്കില്ല. പിന്നെ ലക്കുള്ള പിള്ളേർക്കും പിന്നെ നമ്മളെ ഐക്കോണിക് ക്ലാസ്സുമായിട്ടൊരു ചെറിയ ടൈപ്പുണ്ട് നമ്മളെ സെക്കൻഡായിട്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഈ റൂമിനിക്കിൻ്റെ ബാക്ക് 10,000 കോയിനും കൂടി ഇല്ലാണ്ട് ഞാൻ നോക്കൂലേ. പിന്നെ നമ്മൾ ഫെസ്റ്റിവൽ സീസൺ പർച്ചേസ് എല്ലാം വേണമെങ്കിൽ സെറ്റാക്കാം. പേറ്റുവെന്നിൻ്റെ എന്നൊക്കെ നാട്ടുകാർ പറയും, പക്ഷെ അങ്ങനെയല്ല. കുറേ കോയിൻ കൊടുത്താലേ എനിക്കെല്ലാം എൻ്റെ വില മനസ്സിലാവും. പണ്ട് ഞാൻ കുറേ തരുമ്പോൾ നീ എന്നെ ഊക്കിവിടല്ലേ, അനുഭവിച്ചോ. അപ്പോൾ എന്തായാലും അടുത്ത റൂമിനിക്കിൻ്റെ ബാക്കിൽ നമുക്ക് കാണാം. ഓക്കെ, പോണോടാ പൈസ പറഞ്ഞാട്ടല്ല, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല.